ഞാൻ എറണാകുളം ടൗണിൽ ജീവിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഈ ചെറിയ കുറഞ്ഞ സ്ഥലത്ത് പോലും ഞങ്ങളൊരു 4-5 ചോട് ചേമ്പ് നട്ടിട്ടുണ്ട്. ചീമച്ചേമ്പാണ് നട്ടിരിക്കുന്നത്. നമുക്കതൊരു ആഴ്ചയിൽ ഒരു കറിയെങ്കിലും വെക്കാവുന്ന തരത്തിൽ നമ്മൾ താള് ഇവിടുന്ന് എടുക്കുന്നുണ്ട്. നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യുന്നത് ചീമച്ചേമ്പിന്റെ ഒരു മെഴുക്കുവരട്ടി, അതിൻ്റെ കൂടെ നമ്മൾ ചെമ്മീനും ഇടുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മളുടെ വീടുകളിലുള്ള ഒരു സ്ഥിരം വിഭവമായിരുന്ന ചേമ്പും താളും ചേമ്പിന്റെ വിത്ത് കൊണ്ടുള്ള കറികളും അതുപോലുള്ള ചേമ്പിന്റെ പുഴുക്കുകളൊക്കെ. കാലം മാറിയതോടുകൂടി ഇതുപോലുള്ള വിശിഷ്ട ഭോജ്യങ്ങളൊക്കെ നമ്മുടെ തീന്മേശയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിലയിലാണുള്ളത്. ഞാനിതിവിടെ തണ്ടോടുകൂടി എടുത്തത് ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത. ഒട്ടുമിക്ക പേർക്കും ഇത് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ കൈയൊക്കെ ചൊറിയുന്നുള്ളൊരു പേടിയുണ്ട്. നമ്മൾ തണ്ടെടുത്തു, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതൊരു വലിയ തണ്ടായ കാരണം കുറെ അധികം ഉണ്ടാവും. പച്ചച്ചിരിക്കുന്ന പുറംതൊലി ഒന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് എടുത്ത് കളയണം. നമ്മൾ ജസ്റ്റ് ഇതുപോലെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയാവും. ഇത് നമുക്ക് ഈ തൊലി വളരെ എളുപ്പത്തിൽ കളയാൻ സാധിക്കും. കണ്ടോ, ഞാൻ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളയാൻ പറ്റും. പിന്നെ ഇത് ചീമച്ചേമ്പിന്റെ താളായതുകൊണ്ട് കാര്യമായി നമുക്ക് ദേഹത്തിന് ചൊറിച്ചിലൊന്നും അനുഭവപ്പെടത്തില്ല. ഇത് കട്ട് ചെയ്യുമ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് നാരങ്ങ നീര് പുരട്ടിയാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ചൊറിച്ചിൽ പൊക്കോളൂ. ഇതിന്റെ പുറംതൊലി നീക്കി കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് കഴുകുന്നില്ല. കാരണം ഇതിനകത്ത് ഒത്തിരി ജലാംശം ഉള്ള ഒരു പച്ചക്കറിയാണ്. നമ്മൾ ഇതിന്റെ തണ്ട് വട്ടം കട്ട് ചെയ്തിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനിന്ന് ചേമ്പും താളിന്റെയും ചെമ്മീന്റെയും ഒരു മെഴുക്കുവരട്ടി എടുത്തിരിക്കുന്നത്. എണ്ണയാ തീരാത്ത അത്രയും പോഷക ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ ചേമ്പും താളും.